വെൽക്കം ബാക്ക് ടു ആൻസ്റ്റാസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സബ്സ്ക്രിപ്ഷൻസ് ഇപ്പോഴും ഭയങ്കര കുറവാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ. ഇത് നമ്മുടെ ഷോർട്സും വീഡിയോസും കൂട്ടിയിട്ടുള്ള 50th വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ആകട്ടെ എന്ന് വിചാരിച്ചു. മാത്രമല്ല ഇതൊരു മഹത് വ്യക്തിക്ക് വേണ്ടിയിട്ട് ട്രിബ്യൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ മൺമറഞ്ഞു പോയ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. ഏകദേശം ഒരു 10th വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രാഫ് ഓഫ് അവർ ഡ്രോയിങ്സ് എന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഹിൻറ്റൊക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് ഏകദേശം കോവിഡ് ടൈം, അതായത് 5 years ബാക്കാണ് ഇത് നടക്കുന്നത്. പപ്പയ്ക്ക് കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്ജക്റ്റ് പഠിക്കാനുണ്ടായിരുന്നു. എങ്ങനെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ ലെറ്റർ അയക്കാം എന്നുള്ളൊരു സബ്ജക്റ്റാണ് അതായിരുന്നു. അങ്ങനെ പപ്പയാണ് പറയുന്നത്, ഓരോ ആൾക്കാർക്കും ഡിഫറെൻറ്റ് ടൈപ്സിലാണ് നമ്മൾ ലെറ്റർ അയക്കേണ്ടത്. പ്രിൻസിപ്പാളിന് ഒരു ലെറ്റർ, അതുപോലെ പ്രസിഡൻറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒഫീഷ്യൽ ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പപ്പയാണ് പറയുന്നത്. അങ്ങനെ തന്നെ പപ്പ പറഞ്ഞു, ഒരു അസൈൻമെൻറ്റ് പോലെ പറഞ്ഞു, നിങ്ങളൊരു ലെറ്റർ അയക്കി ക്വീൻ എലിസബത്തിന് ലെറ്റർ അയക്കാൻ പറഞ്ഞത് പപ്പയാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ 2 പിക്ചേഴ്സ് വരച്ചു. പിന്നെ കുറേ സ്ഥലത്ത് നിന്ന് സെർച്ച് ചെയ്ത് പാലസിൻ്റെ അഡ്രസ്സൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഞങ്ങളുടെ 2 പിക്ചേഴ്സ് വെച്ചിട്ട് ഞങ്ങൾ അസൈൻമെൻറ്റ് പോലെ തന്നതുകൊണ്ട് തന്നെ ഞങ്ങളത് വേഗം അയച്ചു കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല അത് തിരിച്ചു വരുന്നോ, അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. കാരണം ഇന്ത്യയിൽ തന്നെ വളരെയധികം വിരളമായിട്ടുള്ള ആൾക്കാർക്ക് റിട്ടേൺ ലെറ്റർ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് എന്തായാലും കിട്ടില്ല എന്ന്. അങ്ങനെ 2 മാസത്തിന് ശേഷം ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഏപ്രിലിൽ ഞങ്ങൾക്കൊരു പോസ്റ്റ് വുമൻ ഒരു ലെറ്റർ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കാണ് ലെറ്റർ എന്ന്. അപ്പോൾ പോസ്റ്റ് വുമൻ പറഞ്ഞു, ഇത് ആൻഡിൽ നിന്നുള്ള ലെറ്ററാണ്. അങ്ങനെ ഞാനത് രജിസ്റ്റേർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ സൈൻ ഇട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് തുറന്നു നോക്കിയപ്പോഴാണ് ഞാൻ ആശ്ചര്യച്ചു പോയി. ആക്ച്വലി ലെറ്റർ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി, അതായത് ക്വീൻ എലിസബത്തിൻ്റെ റിട്ടേൺ ലെറ്റർ ഞങ്ങൾക്ക് ആദ്യമായിട്ട് അങ്ങനെ കിട്ടി. ബ്രിട്ടീഷ് മോണാർക്ക് ക്വീൻ എലിസബത്തിൻ്റെ ലെറ്ററും അതുപോലെ തന്നെ ലേഡി ഇൻ വെയിറ്റിംഗ് സിഗ്നേച്ചർ സൈൻ ചെയ്ത ഒരു ലെറ്ററുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ തുറന്ന് വായിച്ചപ്പോൾ, പൊട്ടിച്ച് വായിച്ചപ്പോൾ അതിലേറെ എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ. കാരണം ഞങ്ങളുടെ ഡ്രോയിങ്സും ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ നന്നായിരുന്നു എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതൊക്കെ വായിച്ചതിന് ശേഷം. ഇതാണ് ഞാൻ പറഞ്ഞ റോയൽ പോസ്റ്റിൽ വന്ന ആ ലെറ്റർ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. ഇനി ലോകത്തിൽ ഒരാൾക്ക് പോലും ലഭിക്കാത്തൊരു ഗിഫ്റ്റാണിത്. റേഡിയോ മാംഗോയാണ് നമ്മുടെ ആദ്യം ഇത് കവർ ചെയ്യുന്നത്. പിറ്റേ ദിവസം തന്നെ മലയാള മനോരമ, മാധ്യമം, പിന്നെ മീഡിയ വൺ, അങ്ങനെ ന്യൂസൊക്കെ ഇത് കവർ ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് കട്ടിങ്സ് ആണിത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പപ്പ പറയുന്നത് വീണ്ടും ഒരു താങ്കിങ് ലെറ്റർ അയക്കാൻ. കാരണം ഇത്രയും വലിയൊരാൾ ഞങ്ങൾക്ക് ലെറ്റർ അയച്ച സ്ഥിതിക്ക് ഒരു താങ്കിങ് ലെറ്റർ അയക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ വീണ്ടും അയക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്തായിരുന്നു പ്രിൻസ് ഫിലിപ്പിൻ്റെ മരണം. അപ്പോൾ അതിന് ഞങ്ങളൊരു കണ്ടോളൻസസ് പറഞ്ഞ് വീണ്ടും ഒരു ലെറ്റർ അയച്ചു. അതിന് വീണ്ടും ഞങ്ങൾക്കൊരു സെക്കൻഡ് ലെറ്റർ കിട്ടി. അതിങ്ങനെ ആർക്കും അങ്ങനെ അറിയില്ലായിരിക്കും. ഫസ്റ്റ് ലെറ്ററിൻ്റെ കാര്യം മാത്രമാണ് ആൾക്കാർക്ക് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വീണ്ടും സെക്കൻഡ് ലെറ്റർ കിട്ടി. ഇതാണ് അപ്പോൾ സെക്കൻഡ് ലെറ്റർ. ഇതും റോയൽ മെയിലിൽ തന്നെ അയച്ചൊരു ലെറ്ററാണ്. ഇതാണ് സെക്കൻഡ് ലെറ്റർ. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതാണ് സെക്കൻഡ് ലെറ്റർ. മറ്റേ ലെറ്ററിലെ എല്ലാം ന്യൂസസിലുള്ളതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ഇത് ഞങ്ങൾക്ക് തീരെ പ്രതീക്ഷിക്കാത്ത കിട്ടിയ ലെറ്ററാണ്. അപ്പോൾ തന്നെ ഇത് ഞാനൊന്ന് വായിച്ചു തരാം. ഇൻ മെമ്മറി ഓഫ് ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് ഫിലിപ്പ്, ഡ്യൂക്ക് ഓഫ് എഡിൻബർഗ്, 1921-2021. Buckingham Palace, I send you my sincere thanks for your kind words of sympathy on the death of my husband, Elizabeth R.
ഈ ലെറ്റർ കിട്ടുന്നത് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സെക്കൻഡ് ലെറ്റർ ഇപ്പോഴാണ് ഞങ്ങൾ പറയുന്നത്, ഇപ്പോഴാണ് ഞങ്ങൾ റിവീൽ ചെയ്യുന്നത് ഈ ലെറ്ററിനെ കുറിച്ച്. അപ്പോൾ ഇതും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് തന്നെയാണ്. അതേ കൊറോണ ടൈമിൽ തന്നെയാണ് ഞങ്ങൾക്ക് സെക്കൻഡ് ലെറ്റർ കിട്ടിയത്, അതുപോലെ തന്നെ ലളിതകലാ അക്കാദമിയുടെ പ്രൈസും കിട്ടിയത്. അതുകൊണ്ട് തന്നെ കൊറോണ ടൈം ഞങ്ങൾക്കൊരു നല്ല കാലമായിരുന്നു. അപ്പോൾ ഇന്നേക്ക് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ബിലോ. താങ്ക് യു.